شديد البطش والبرهان حافظ الدين والقرآن الله ما شاء الله كان ولم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. الله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العظيم. اللهم آت نفسي تقواها وزكها أنت خير من زكاها. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും സദസ്സിൽ വെച്ച് സഫ്വ അംഗങ്ങൾക്ക് പ്രത്യേകിച്ചു, അല്ലാതെ ഇവിടെ കൂടിയ എല്ലാവർക്കും തസ്കിയത്തിന്റെ 2 വാക്ക് മാത്രം നിങ്ങളെ അറിയിക്കുകയാണ്. ആദ്യമായി ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ അതിന്റെ ഒരു ഭാഗം നിങ്ങൾ കേട്ടു. ഒരാൾ ചോദ്യവും ഒറ്റ മറുപടിയും എന്ന നിലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനായിരുന്നു അയക്കപ്പെട്ടത്, അവിടുന്ന് എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടി പറഞ്ഞാൽ തസ്കിയത്തിന് വേണ്ടിയാണ് എന്ന് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, തീർച്ചയായും മുഅ്മിനുകൾക്ക് അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്തു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ ഏറ്റവും മഹോന്നതരായ റസൂലുള്ളാഹിയെ അല്ലാഹു തആല അയച്ചു കൊടുത്തപ്പോൾ അതാണ് അല്ലാഹു ചെയ്ത വലിയ ഒരു അനുഗ്രഹം. എന്നിട്ട് അല്ലാഹു പറയുന്നു, യത്ലു അലൈഹിം ആയാതിഹി, ആ നബിതങ്ങൾ ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കും. വയുസക്കീഹിം, അവരെ ശുദ്ധിയാക്കും, മനുഷ്യരെ തസ്കിയത്ത് ചെയ്യും, ശുദ്ധീകരിക്കും എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ അയക്കപ്പെട്ടത് നമ്മളെ ശുദ്ധീകരിക്കാനാണ്. വേറെയും നിരവധി ആയത്തുകളിൽ ഇത് കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, നീ ഒരു റസൂലിനെ ഇവിടെ അയക്കണം,
ആ റസൂൽ ഇവിടെ ചെയ്യുന്നത് തസ്കിയത്തും തഅലീമുമാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ആദ്യമായി പറഞ്ഞത് യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത, കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്. അതിന് ശേഷമാണ് യുസക്കീഹിം എന്ന് പറഞ്ഞത്. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തുകൊണ്ട് എന്ന നിലക്ക് അല്ലാഹു തആല നബി തങ്ങളെ അയക്കുകയുണ്ടായി. ഈ അയച്ച കാര്യം അല്ലാഹു പറയുമ്പോൾ അവിടെ തഅലീം എന്നതിനെ പിന്തിച്ചുകൊണ്ട് തസ്കിയത്തിനെയാണ് ഈ ആയത്തിൽ മുന്തിച്ചിട്ടുള്ളത്. വേറെ ഒരായത്തുണ്ട്, അവിടെയും അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല തസ്കിയത്തിനെയാണ് മുന്തിച്ചത്. അങ്ങനെ എല്ലാ വിഷയത്തിലും ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും ബിഹാ വതുസക്കീഹിം. ഓ നബിയെ, തങ്ങൾ ജനങ്ങളിൽ നിന്ന് സകാത്ത് വാങ്ങണം, സദഖ വാങ്ങണം. തുതഹിറുഹും ബിഹാ വതുസക്കീഹിം, തങ്ങൾ അവരെ അതുവഴിയായി ശുദ്ധീകരിക്കും. വല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അങ്ങനെ ഖുർആനിൽ എല്ലാ തലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടെ അയച്ചത് തസ്കിയത്തിന് വേണ്ടിയാണ്, അഥവാ ഹൃദയത്തിന്റെ ശുദ്ധി വരുത്താൻ വേണ്ടിയാണ്. ഈ കാണുന്ന ബാഹ്യമായ രൂപം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതിൽ അന്തർലീനമായി കിടക്കുന്ന ആത്മാവിനെ ശുദ്ധീകരിക്കാത്ത കാലത്തോളം മനുഷ്യൻ എന്നത് ആത്മാവും ജഡവും രണ്ടും കൂടി ചേർന്നതാണല്ലോ. എന്നാൽ ഈ ജഡത്തിന് മരുന്നും വെള്ളവും വെളിച്ചവും മറ്റ് സൗകര്യങ്ങളുമെല്ലാം നാം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറ്റവും മഹത്വമുള്ള ആത്മാവ്, അതിന് നാം വെള്ളവും വെളിച്ചവും കൊടുക്കണം, അതിന് മരുന്ന് കൊടുക്കണം, അതിനെ വല്ല ദോഷങ്ങളും വരുന്നതിൽ നിന്ന് കാത്ത് സൂക്ഷിക്കണം, എല്ലാ നിലക്കും കാത്തു സൂക്ഷിക്കണം. വിഷം ബാധിക്കുമോ എന്ന് പ്രത്യേകമായി സൂക്ഷിക്കണം. അവസാന കാലം യൂഷിക്കു അൻ തുദ്അ അലൈക്കുമുൽ ഉമം കമാ തുദ്അൽ അകലതു ഇലാ ഖസ്അതിഹാ. ഒരു സുപ്രയിലേക്ക് ജനങ്ങൾ ക്ഷണിക്കപ്പെടുന്നത് പോലെ നിങ്ങളെ ക്ഷണിക്കപ്പെടും. സുപ്ര നിരത്തിവെച്ചിട്ട് അതിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നിറച്ചുവെച്ച് നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ സുപ്രയിൽ നിറച്ചുവെക്കപ്പെട്ടതിൽ വിഷം കലർത്തിയതാണോ അല്ലയോ എന്ന് നാം നോക്കേണ്ടതുണ്ട്. നമ്മെ കൊല്ലാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടുപോയി സുപ്രയിലിട്ട് കൊല്ലുകയാണോ എന്ന് നാം നോക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വിഭവസമൃദ്ധമായ സുപ്രയിൽ എല്ലാ സാധനങ്ങളും നിറച്ചുവെച്ച് ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് പോലെ പുതിയ പുതിയ പ്രസ്ഥാനക്കാർ, പുതിയ പുതിയ അടവുകാർ, കളവ് പറയുന്നവർ, ചീത്ത പറയുന്നവർ, അങ്ങനെയുള്ള കുറെ ആളുകൾ സുപ്രയുമായി വന്ന് ആ സുപ്ര നിവർത്തിവെച്ച് അതിൽ വിഭവസമൃദ്ധമായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ വെച്ചു തരും. പക്ഷേ അത് കാണുമ്പോഴേക്ക് നിങ്ങൾ ഭക്ഷിച്ചു പോകരുത്,
അതിൽ വിഷം കലർന്നിട്ടുണ്ടോ, വഞ്ചനയുണ്ടോ, ചതിയുണ്ടോ എന്നൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ അതിലേക്ക് ആകൃഷ്ടരാവാൻ പാടുള്ളൂ എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കേടുവരാതിരിക്കണം, നമ്മുടെ ആത്മാവ് കേടുവരാതിരിക്കണം. ആത്മാവിനും കൽബിനും ശുദ്ധീകരണം എപ്പോഴാണോ ലഭിക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് നാം മനുഷ്യരായി തീരുന്നത്. അല്ലാതെ ഈ ഭൗതികമായ പുറംപൂച്ച് മാത്രം നോക്കി അത് മാത്രം നന്നാക്കി നടക്കുകയും അതേ സമയത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ അസൂയയും കിബിറും എഴുതുമ്പും ലോകമാന്യവും ഇതെല്ലാം വെച്ചുകൊണ്ട് നടന്നാൽ നാം വഴിപിഴച്ചു പോകും. അത് വഴിപിഴച്ചു പോകാതിരിക്കാനാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കൾ, വലിയ വലിയ തരീഖത്തിന്റെ മശായിഖുമാർ ഇവിടെ നമുക്ക് അവരുടെ തസ്കിയത്തും തർബിയത്തും തന്നത്. വലിയ വലിയ മഹാന്മാരായ മുറബ്ബിയായ മശായിഖുമാർ, തരീഖത്തിന്റെ ശൈഖുമാർ ഇവിടെ വന്നു. അവർ നമുക്ക് തസ്കിയത്തിലേക്കുള്ള വഴികൾ തുറന്നു തന്നു. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവരിൽ ഇവിടെ തസ്കിയത്തിന്റെ വഴികൾ പറഞ്ഞു തന്നു. ഒരുപാട് ആളുകളെ തസ്കിയത്താക്കി. മുരീദി തമസ്സക് ബി വകുൻ ബി വാഹിഖാ ഫഅഹ്മിക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് തങ്ങൾ പറഞ്ഞു, എന്താണ്, ആരാണ് ഖുത്ബുൽ അഖ്താബ്? വലിയ ഖദം ബശ്ശിരില്ലദീന ആമനു അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അന്ന ലഹും അവർക്കുണ്ട് തീർച്ച, ഖദമ സിദ്ഖിൻ സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ഒരു വലിയ ഖദമുണ്ട്. ഇൻദ റബ്ബിഹിം റബ്ബിന്റെ അടുക്കൽ. പല അർത്ഥവുമുണ്ട്. ഒരു അർത്ഥം പറയട്ടെ, റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്, വലിയ മഹത്വമുണ്ട്, വലിയ പദവിയുണ്ട് എന്ന് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതാണ് ഖുത്ബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു, വകുല്ലു വലിൻ ലഹു ഖദമുൻ വഇന്നി അലാ ഖദമിൻ നബി ബദിരിൽ കമാലി. എല്ലാ ഔലിയാക്കൾക്കും ഒരു ഖദമുണ്ട്. അവരെല്ലാവരും ഓരോ നബിമാരെ പിൻപറ്റി ജീവിക്കുന്ന ഖദമാണ്. ഞാൻ എന്റെ ഉപ്പാപ്പയായ ബദറുൽ കമാലായ ഐനുൽ ജമാലായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദമിലാണെന്ന് പറഞ്ഞ ആ ഖുത്ബുൽ അഖ്താബിന്റെ തരീഖത്ത് ഇവിടെ ഖാദിരിയ്യ തരീഖത്ത് എന്ന പേരിൽ ഇവിടെ ഉണ്ട്. അതിൽ മായം ചേർത്തിയിട്ട് പലരും ശരീഅത്ത് ഇല്ലാതെയാക്കിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. ശരീഅത്തില്ലാത്ത ഒരു തരീഖത്തും പാടില്ലെന്ന് ഗൗസുൽ അഅ്ലമ തന്നെ വളരെ വളരെയധികം സ്ഥലത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗൗസുൽ അഅ്ലമിന്റെ തഫ്സീർ ജീലാനി അതിൽ പ്രത്യേകമായി 100-ലധികം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. അലൈക അയ്യുഹൽ മുതറഖിബു ലിൽ കറാമത്തി അൽ ഇലാഹിയ്യ വസ്സഅദത്തിൽ അബദിയ്യ യസ്സറല്ലാഹു ലക തരീഖൽ വസൂൽ ഇലൈഹി. ഓ കറാമത്തിനെയും ഇലാഹിയായ കറാമത്തിനെയും ശാശ്വതമായ വിജയത്തെയും ഉദ്ദേശിക്കുന്ന മനുഷ്യ, നീ നിർബന്ധമാക്കണം എന്ത്? അന്തസ്തഗില ബിസവാലിഹിൽ അമാൽ. നീ സാലിഹായ അമലുകളൊക്കെ ചെയ്യണം.
അള്ളാഹുവിന്റെ അടുക്കൽ കറാമത്തും അള്ളാഹുവിന്റെ അടുക്കൽ സഅദത്തും കിട്ടാൻ ഉദ്ദേശിക്കുന്ന മുരീദായ മനുഷ്യ, നീ എപ്പോഴും നല്ല സ്വാലിഹായ അമൽ ചെയ്യണം. وتجتنب عن فواسدها وتكتسب الاخلاق المرضيه المقربه الى الله. നീ ചീത്തയായ കാര്യങ്ങളിൽ നിന്നെല്ലാം വെടിഞ്ഞു നിൽക്കണം. നീ നല്ല സ്വഭാവിയാവണം. അൽ മർദിയത്തുൽ മുഖർരിബത്തു ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന ഏറ്റവും നല്ല സൽസ്വഭാവിയായി നീ മാറണം. അങ്ങനെ ആ സൽസ്വഭാവിയായി മാറുകയും നീ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി സാലിഹായ അമലുകൾ ചെയ്യുകയും വേണമെന്ന് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് വളരെ വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് പിന്നെയും അവിടുന്ന് പറയുന്നു, അൽ മുബ്ഇദത്തി അൻ ശആമത്തി അസ്ഹാബി ദൈഖി വല്ലലാൽ അൽ മുൻഹമികീന ഫീ ബഹ്രിൽ ഗഫലത്തി ബിഅൻവാഇ الشهوات واللذات البهيمية والوهمية الفانية العائقة من الوصول إلى اللذات الروحانية الباقية. അല്ലാഹുവിലേക്ക് ചേർക്കുന്നതിനെ തടയുന്ന ഒരുപാട് ഭൗതികമായ ചിന്തകളുണ്ട്, മൃഗത്തിന്റെ ചിന്തയുണ്ട്. ആ മൃഗത്തിന്റെ ചിന്തയിൽ നിന്ന്, മൃഗത്തിന്റെ സ്വഭാവത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന് നീ പിന്മാറുകയും നീ സ്വാലിഹായ അമൽ ചെയ്ത് ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും വഴിയിൽ കടക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ് നിനക്ക് ഈമാൻ സലാമത്താകുന്നത് എന്ന് ഔത്തുൽ ആലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ സിറുൽ അസ്റാർ എന്ന കിതാബിൽ വളരെ വിശദമായി പറഞ്ഞു. ഇവിടെ തസവ്വുഫ് എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച് നടക്കുന്ന കുറെ ആളുകൾ ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് ഒരേ ഒരു പാർട്ടി മാത്രമാണ് സത്യത്തിന്റെ ആളുകളെന്നും വഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. യുവാഫിഖു ഖൗലുഹും ഫിഅലഹും, അവരുടെ ഖൗല് ഫിഅലിനോട് ഒക്കും. അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്ന് തന്നെയായിരിക്കും. അതുപോലെ യുവാഫിഖൂനൽ അഖ്വാല വൽ അഫ്ആല ലിശ്ശരീഅ, അവർ പറയുന്ന വാക്കുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ശരീഅത്തിനോട് അവർ ഒപ്പിക്കും. ശരീഅത്തിനോട് ഒക്കാത്ത ഒന്നും അവർ പറയില്ല. ശരീഅത്തിനോട് ഒത്തത് മാത്രമേ അവർ പറയുകയും പ്രവർത്തിക്കുകയുമുള്ളൂ. അങ്ങനെ ശരീഅത്തിനെ ശരിക്ക് മുറുകെ പിടിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് ശരിയായ പാർട്ടിയെന്ന് ഔത്തുൽ അഅ്ലം അദ്ദേഹത്തിന്റെ സിറുൽ അസ്റാറിൽ പ്രത്യേകമായി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബ് എന്ന കിതാബിന്റെ ഒന്നാമത്തെ അധ്യായം തന്നെ ലാ ബുദ്ദ ലികുല്ലി മുഅ്മിനിൻ മിൻ സലാസതി അശിയാഅ അംറുൻ യംതസിലുഹു വനഹ്യുൻ യുജ്തനബു അൻഹു വഖദറുൻ യർളാ ബിഹി. ഒരു മനുഷ്യൻ മൂന്ന് കാര്യം കൂടാതെ കഴിയില്ല. ഒന്ന്, അല്ലാഹുവിന്റെ ആജ്ഞകളെ സ്വീകരിക്കലാണ്. രണ്ടാമത്തത് നഹ്യ്, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ വെടിയലാണ്. മൂന്നാമത് അല്ലാഹുവിന്റെ ഖദാഇലും ഖദറിലും പൂർണ്ണമായി വിശ്വസിക്കലാണ്. ഇത് ഔത്തുൽ അഅ്ലമിന്റെ ഫുതൂഹുൽ ഗൈബ് എന്ന കിതാബിന്റെ ഒന്നാമത്തെ അധ്യായമാണ്. അൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ലാഹുവിന്റെ കൽപ്പന സ്വീകരിക്കുകയും അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ വെടിയുകയും ചെയ്യുക. അതാണ് ഒരു മനുഷ്യന് വേണ്ടത് എന്ന് ഔത്തുൽ അഅ്ലമിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും അതേ കിതാബിൽ തന്നെ 37-ാമത്തെയും 48-ാമത്തെയുമെല്ലാം മക്കാലകളിൽ അലൈക അയ്യുഹൽ മുരീദു അൻ ലുസൂമ ളാഹിരി ശരീഅ, നീ ശരീഅത്തിന്റെ ളാഹിർ ശരിക്ക് മുറുകെ പിടിച്ചു നടക്കണം എന്ന് മുരീദുമാരോട് ഉപദേശിക്കുന്നു. അങ്ങനെ ശരീഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ശരിയായ ഹൃദയത്തിന്റെ ശുദ്ധി വരുത്തുന്ന ആ മഹത്തായ തരീഖത്താണ് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹു തങ്ങളുടെ അത്തരീഖത്തുൽ ഖാദിരിയ്യ എന്നത്. അതുപോലെ അശ്ശൈഖ് ബഹാഉദ്ദീൻ നഖ്ശബന്ദി തങ്ങളുടെ തരീഖത്ത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ആ തരീഖത്തിന്റെ ആളായി വന്നത്
ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് മുഹമ്മദ് ബാക്കി ബില്ല റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. എങ്കിലും അദ്ദേഹം ഖലീഫയായി ഇവിടെ പ്രവർത്തിക്കുകയോ തരീഖത്ത് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അതിന്റെ സ്ഥാനം കൊടുത്തത് അവിടത്തെ ശിഷ്യനായ മുജദ്ദിദ് അൽഫസാനി അൽ മഹ്ബൂബ് റബ്ബാനി അശ്ശൈഖ് അഹ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹു, 2-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി അറിയപ്പെട്ട മുജദ്ദിദ് അൽഫസാനി എന്ന പേരിൽ അറിയപ്പെട്ട അൽ മഹ്ബൂബ് സുബ്ഹാനി, അള്ളാഹുവിന്റെ മഹ്ബൂബായ അൽ ഖുത്ബുർ റബ്ബാനി എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അഹ്മദ് സർഹിന്ദി. സർഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിലെ പഞ്ചാബിലുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് മഹാനവർകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇമാം റബ്ബാനിയുടെ വഴിയിലൂടെ ഇവിടെ പ്രചരിച്ച തരീഖത്താണ് നഖ്ശബന്ദിയ തരീഖത്ത്, അത്തരീഖത്തു നഖ്ശബന്ദിയ. അതിലും ഇമാം റബ്ബാനിയുടെ മൽഫൂലാത്തുർ റബ്ബാനി എന്ന മക്തൂബാത്തുർ റബ്ബാനി എന്ന സുപ്രസിദ്ധമായ കിതാബുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റബ്ബാനി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എഴുതി അയച്ചിട്ടുള്ള കത്തുകൾ, റിസാലകൾ, ഉപദേശങ്ങൾ അത് ജമ്മു ചെയ്തിട്ടുള്ള വളരെ പ്രസിദ്ധമായ കിതാബാണ് മക്തൂബാത്തുർ റബ്ബാനി എന്ന് പറയുന്നത്. ആ കിതാബിൽ എല്ലാ ബാബുകളും എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം നീ ശരീഅത്ത് നീ മുറുകെ പിടിക്കണം, 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം, നീ സക്കാത്ത് നിർബന്ധമുള്ളവനാണെങ്കിൽ അത് കൊടുക്കണം, നീ കളവ് പറയരുത്, നീ അന്യ സ്ത്രീകളെ തൊഴാൻ പാടില്ല, നീ പലിശ വാങ്ങാൻ പാടില്ല, നീ ചതിക്കാൻ പാടില്ല, ഗീബത്ത് നമീമത്ത് പറയാൻ പാടില്ല, ഫസാദ് പറയാൻ പാടില്ല, ഒരാളെയും നിസ്സാരമായി കാണാൻ പാടില്ല. ഇങ്ങനെ വളരെ കൃത്യമായി ശരീഅത്തിന്റെ നിയമം പാലിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റബ്ബാനി തന്റെ മക്തൂബാത്തിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. ആകയാൽ തരീഖ് കുല്ലി മശായിഖ് ഖദ് ഖുയ്യിദത് ബികിതാബി റബ്ബി വൽ ഹദീസ് വസ്സലായെന്ന് നിങ്ങൾ അതിക്കയിൽ പഠിച്ചതുപോലെ കിതാബും സുന്നത്തും അനുസരിച്ച് പരിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും യോജിച്ചിട്ടുള്ള അത് മാത്രമാണ് ശരിയായ തരീഖത്ത്. പക്ഷേ ഇന്ന് ആ മഹാന്മാര് നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ മുമ്പിലില്ല. ഒറ്റ നോട്ടം കൊണ്ട് ഒരാളെ മുരീദാക്കാൻ കഴിയുമായിരുന്നു, ഒറ്റ നോട്ടം കൊണ്ട് അവരെ വലിയാക്കാൻ കഴിയുന്നു. വല്ല വസ്തുവിനെ ഞാൻ നോക്കുകിൽ ആവണ്ണം ആകുമതെന്നോ അവർ എന്ന് പറഞ്ഞൊരു വസ്തുവിനെ നോക്കിയിട്ട് ഒരാളെ വലിയാക്കാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തിരുന്നു. അങ്ങനെയുള്ള റിഫായി ഷെയ്ഖിനെയോ വഹീദ്ദീൻ ഷെയ്ഖിനെയോ നഖ്ശബന്ദി ഇമാം റബ്ബാനിയെയോ ഇന്ന് നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ആ മഹാന്മാരിൽ നിന്നും സ്ഥിരപ്പെട്ട് വളരെ വ്യക്തമായി മഹാന്മാരിലൂടെ സ്ഥിരപ്പെട്ട ഏതാനും ദിക്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇവിടെ ഇന്ന് പെട്ടെന്ന് അച്ചടിച്ച് ആയതുകൊണ്ട് ഒരു 10,000 കോപ്പിയെ കിട്ടിയിട്ടുള്ളൂ. അതിവിടെ വിതരണം ചെയ്തിട്ടുണ്ടാവും. അതിൽ ആദ്യം പറയുന്ന ദിക്റുകൾ അതിന്റെ ദിക്റാണ്, അത് ഞാൻ പറഞ്ഞു തരും. അതിന്റെ പുറമെ 2 പ്രധാനപ്പെട്ടത് ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്ന നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. 10 മിനിറ്റ് മാത്രമേ ആ ഹദ്ദാദ് ചെല്ലാൻ ആവശ്യമുള്ളൂ. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവരുകൾ ഹദ്ദാദിന്റെ ഇജാസത്ത് തന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് അതിന്റെ ഫായിദാന്ന്. അവര് പറഞ്ഞതും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവരുകൾ ഇജാസത്ത് തന്നപ്പോൾ അവര് പറഞ്ഞതും എന്റെ നേരിട്ടുള്ള മറ്റൊരു ഷെയ്ഖ് അൽ ഹബീബ് അഹമ്മദ് മഷ്ഹൂർ അബ്ദുല്ലാഹിബ്ൻ അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ 10ാമത്തെ മകൻ അവര് പറഞ്ഞതും എല്ലാം ഹദ്ദാദ് ദായിമായി ചെല്ലുന്നവന് ഹുസ്നുൽ ആഖിബത്ത് ഉണ്ടാകും. എന്ത് ഹുസ്നുൽ ആഖിബത്ത്? അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ.
ആഖിബത്ത് നന്നായി മരിക്കുക എന്നർത്ഥം മരിക്കുന്ന സമയത്ത് നന്നായി മരിക്കാൻ കഴിയും. ഹത്താദ് റാത്തീബിൽ ഒരുപാട് ആവശ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന ആവശ്യങ്ങളൊക്കെ കിട്ടും. അതോട് കൂടെ അതിന്റെ ഏറ്റവും വലിയ ഫലം അത് ഹുസ്നുൽ ആഖിബത്ത്, ആഖിബത്ത് നന്നായി മരിക്കലാണ് എന്ന് നമ്മുടെ മശായിഖുമാർ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ, ചെറുപ്പക്കാരെ, നിങ്ങളെല്ലാവരും കഴിവിന്റെ പരമാവധി ഹദ്ദാദ് ചെല്ലാൻ ശ്രമിക്കണം. മറ്റൊന്ന് ഇതിൽ അടിച്ചിട്ടുള്ളത് അൽ വിർദുൽ ലത്തീഫ്, സബാഹം വ മസാഅൻ, രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന വിർദുൽ ലത്തീഫ് ഇതിൽ അടിച്ചിട്ടുണ്ട്. അതും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തന്നെ ഒരുമിച്ച് കൂട്ടിയതാണ് ആ ദിക്റുകൾ. അങ്ങനെ അൽ വിർദുൽ ലത്തീഫും ഇതിലുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നവർക്കൊക്കെ അതെല്ലാം ചെല്ലാം. അല്ലാതെ എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലേണ്ടുന്ന, നിർബന്ധമായി ചെല്ലേണ്ടുന്നതാണ് ആദ്യമായി എഴുതിയത് ഖാദിരിയ തരീഖത്തിലും നഖ്ശബന്ദിയ തരീഖത്തിലും മാത്രമല്ല റിഫാഇയ തരീഖത്തിലും 3 തരീഖത്തിലും ഉള്ള ഒരു പ്രത്യേകമായ ചുരുങ്ങിയ ദിക്ർ ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ ചെല്ലണം. ചെല്ലുന്നു ആണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് 100 പ്രാവശ്യം ചെല്ലണം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, അത് 100 വട്ടം ചെല്ലണം. യാ ഹയ്യു യാ ഖയ്യൂം, അത് 100 വട്ടം ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് 100 വട്ടം ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയാണ് ശൈഖന്മാര് പറഞ്ഞു തന്നത്. മെല്ലെ ബാങ്ക് ചെല്ലിയാലും തരക്കടൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാവരും ഇങ്ങനെയാണ് ശൈഖന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ അല്ലാഹു ജല്ലി, അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹു അല്ലാഹ്. അത് ഉറക്കെ ചെല്ലാൻ പാടില്ല, മെല്ലെ ഇങ്ങനെ ചെല്ലണം. അല്ലാഹു അല്ലാഹു അല്ലാഹ് ചെല്ല, അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഇങ്ങനെ 100 പ്രാവശ്യം ചെല്ലണം. പിന്നീട് اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇത് ഏറ്റവും ചുരുങ്ങിയത് 33 പ്രാവശ്യം ചെല്ലണം ഒരു ദിവസം. അതൊക്കെ നടക്കത്തിലൊക്കെ ചെല്ല, നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ ചെല്ല, നിസ്കരിച്ച് വരുമ്പോൾ ചെല്ലാം. അതിലൊന്നും ഒരു മുടക്കവുമില്ല. പോകുമ്പോൾ ചെല്ലാം. ഇനി ഒരുപാട് ദിക്റുകൾ, വലിയ 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 ദിക്റുകളൊക്കെ ഔറാദുകളൊക്കെ അവരൊക്കെ ചൊല്ലി വന്നതുണ്ട്. അതെല്ലാത്തിലൊന്നും കടഞ്ഞു തെളിയിച്ച് 3 തരീഖത്തില്, തരീഖത്തുൽ ഖാദിരിയയിലും തരീഖത്തുൽ നഖ്ശബന്ദിയയിലും തരീഖത്തുൽ റിഫാഇയയിലുമുള്ള 3ലും കൂടിയുള്ള ഈ ദിക്റുകൾ വലിയ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ശാലിയാത്തി നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളവറുകൾ ഇത് സാധാരണ ചെല്ലുന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് ബഹറുൽ ഉലൂം അശ്ശൈഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ അൽ മഖ്ദൂമി, നമ്മളെ ഉസ്താദുൽ അസാത്തീദ് ഒക്കെ ഉസ്താദ് ഈ ദിക്റുകൾ ചെല്ലുന്നവരായിരുന്നു. അങ്ങനെ
ഇവരെല്ലാവരും ചൊല്ലി വന്നിട്ടുള്ള മശായിഖുമാര് ചൊല്ലി വന്നിട്ടുള്ള ദിക്റുകളാണ് ഇത്. എല്ലാവരും സ്വീകരിച്ചോ? സ്വീകരിച്ചു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾ ആ മശായിഖുമാരുടെ ഒരടുത്ത് പോലും നിൽക്കാൻ ഉള്ളവരല്ല. ഈ പറയപ്പെട്ട ഔലിയാക്കൾ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെയും മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ അൽ ഖുത്ബുർ റബ്ബാനി ഇമാം റബ്ബാനിയുടെയും അടുത്ത് പോലും നിൽക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല ഞങ്ങൾക്ക് അർഹതയില്ല എങ്കിലും അവരുടെ വഴികൾ പിന്തുടരുന്നവരും അവരെ പിൻപറ്റിയവരും അവരെ പ്രിയം വെക്കുന്നവരുമാണ് എന്ന നിലക്ക് ഞങ്ങൾ അവർ ചൊല്ലി വന്നതും അവർ പഠിപ്പിച്ചതുമായ ദിക്റുകൾ ഏറ്റെടുത്തിരിക്കുന്നു. നീ അത് കബൂൽ ചെയ്യണേ നീ കബൂൽ ചെയ്യണേ നീ അത് സ്വീകരിക്കണേ ഈ ഇജാസത്ത് മഹാന്മാരിൽ നിന്ന് ഇജാസത്തായി ലഭിച്ച ഈ ദിക്റുകൾ ഈ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ ദിവസവും ചെല്ലാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ, തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ ഹൃദയത്തെയും നീ ശുദ്ധിയാക്കി തരണം റഹ്മാനേ. ചീത്തയായ വിചാരങ്ങളിൽ നിന്ന് ചീത്തയായ ചിന്തകളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരുടെയും കൽബിനെ നീ ശുദ്ധിയാക്കി തരണം റഹ്മാനേ. നിന്നിൽ മാത്രം ചിന്തിക്കുന്നവരായി ഞങ്ങളെ നീ മാറ്റിത്തരണം റഹ്മാനേ. അർഹമുർ റഹീമേ, നിന്നെ മാത്രം ചിന്തിക്കുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അർഹമുർ റഹീമേ, ഞങ്ങളുടെ ഈ സമ്മേളനം എസ്വയ്യത്തിന്റെ സമ്മേളനം ഇന്ന് തുടക്കമാണ്. അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 25,000 ആളുകളും അത് ലക്ഷ്യവുമില്ല. നിന്റെ ദീൻ ഇവിടെ ഉയർത്തിക്കാണിക്കല് നിലനിർക്കല് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നീ അത് സ്വീകരിക്കണേ എളുപ്പമാക്കി തരണം റഹ്മാനേ. ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവർക്കെല്ലാവർക്കും നീ ഖൈറ് ചെയ്തു കൊടുക്കണം റഹ്മാനേ. വസിയ്യത്ത് ചെയ്യാത്തവരും ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങളെ സമ്മേളനത്തിന് സഹായം ചെയ്യുന്നവർ, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് സഹായം ചെയ്യുന്നവർ, ഞങ്ങൾ പഠിച്ച കാലത്ത് പഠിക്കാൻ സഹായം ചെയ്തവർ, ഇപ്പോഴും പഠിക്കാനും പഠിപ്പിക്കാനും സഹായം ചെയ്യുന്നവർ, എല്ലാ ആളുകൾക്കും നീ നിന്റെ റഹ്മത്ത് തരണം റഹ്മാനേ. നിന്റെ റഹ്മത്ത് നൽകണേ നിന്റെ മഗ്ഫിറത്ത് നൽകണേ നിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ സർവദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളെ മാതാപിതാക്കളെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ ഉസ്താദുമാരെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനേ. ഞങ്ങളെ ശിഷ്യന്മാരെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനേ. ഞങ്ങളെ ഭാര്യ സന്താനങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനേ. ഞങ്ങളെ സഹായിക്കുന്നവരുടെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനേ. ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാന് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും, സിംഗപ്പൂര്, മലേഷ്യ, ലണ്ടൻ, അമേരിക്ക തുടങ്ങിയ മറ്റു നാടുകളിലുമെല്ലാം ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അവർക്ക് മുഴുവനും നീ സഹായം നൽകണം റഹ്മാനേ. ഈമാനും ഹിദായത്തും ഞങ്ങൾക്കും അവർക്കുമെല്ലാം ഏറ്റി തരണം റഹ്മാനേ. ഈമാനും ഹിദായത്തും ഇവിടെ നിലനിർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം നിന്റെ ദീനിന്റെ ശിആറായ ഇൽമു പഠിപ്പിക്കാൻ തൗഫീഖ് ചെയ്യണേ
ഭൗതികവും മതപരവുമായ എല്ലാ ഇൽമുകളും പഠിച്ച് വളർന്ന് ഞങ്ങളെ സമുദായം ഉയർന്നു കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അതിനെതിരായി വരുന്ന മുഴുവൻ ശക്തികളെയും നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. കഅബം പൊളിക്കാൻ വന്ന അബ്രഹത്തിനെ പരാജയപ്പെടുത്തിയ അല്ലാ, ഈ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ടപ്പോൾ രക്ഷപ്പെടുത്തിയ അല്ലാ, ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അഅദാഇന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ കണിവലകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. സാഹിര്യങ്ങളെ സെഹറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. اللهم إن القوم الذين أنت أعلم بهم قد استعذوا بعز أنفسهم في مكرهم وخديعتهم وخيانتهم وجمعهم اللهم اجعل تدميرهم في تدبيرهم يا جبار يا قهار. اللهم اجعل تدميرهم في تدبيرهم يا جبار يا قهار. اللهم عليك بهم يا الله. اللهم عليك بهم يا الله. اللهم عليك بهم يا الله. اللهم عليك بأعداء الإسلام. اللهم عليك بأعداء الإسلام. اللهم نجنا من خطيئتهم ومكرهم يا أرحم الراحمين. اللهم ما قضيت لنا من أمر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأصوبها وأحسنها يا جبار يا الله. وإنك على كل شيء قدير وبالإجابة جدير. أرحم الراحمين يا الله. ഈ സമ്മേളനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവർക്കും നീ പ്രത്യേകം പ്രത്യേകം ബർക്കത്ത് ചെയ്യണം അല്ലാ. ഇന്ത്യ രാജ്യത്തും പുറം നാടുകളിലും ഈ സമ്മേളനം വിജയിക്കാൻ വേണ്ടി ധനം കൊണ്ടും ദേഹം കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ വിജയം നൽകണം റഹ്മാനെ. ഇനിയുള്ള ദിവസങ്ങളിലും ഞങ്ങളുടെ സമ്മേളനം നല്ല നിലക്ക് ഭംഗിയോടെ നടത്തി ജനങ്ങൾക്ക് നാഫിയായ ഇൽമു പറഞ്ഞു കൊടുക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. മഹാന്മാരായ ഔലിയാ സ്വാലിഹീങ്ങളുടെ ആ മാർഗത്തിലായി ജീവിച്ച് ആ മാർഗത്തിലായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഹസ്നുൽ ആഖിബത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഹസ്നുൽ ആഖിബത്ത് നൽകണം റഹ്മാനെ. സൂഉൽ ഖാത്തിമത്തിനെ തൊട്ട് നീ കാക്കണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.